ഇംഗ്ലീഷ് ഒരു ബാലികേറാമലയല്ലതിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഷോർട്ട് ബ്രേക്കിന് ശേഷമാണ് ഇംഗ്ലീഷ് ഒരു ബാലികേറാമലയല്ലതിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് കടക്കുന്നത്. ടെൻസുകളുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ടെൻസുകളുടെ ഒരു കമ്പാരിസണാണ്. പലപ്പോഴും നമ്മൾ പല ടെൻസുകളും ഒന്ന് മറ്റൊന്നിന് പകരമായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. പക്ഷേ ഓരോ ടെൻസുകളിലുള്ള സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നത് അതിൻ്റേതായ സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത്തരത്തിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ളതും അതേപോലെ തന്നെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലുമുള്ള സെൻറ്റൻസുകൾ ഒരേ സമയം ഉപയോഗിക്കുന്നതായിട്ട് കാണാറുണ്ട്. എന്നാൽ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലും ഒരേ ആശയങ്ങൾ തന്നെ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന വ്യത്യാസമാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി പഠിക്കാൻ പോകുന്നത്. ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസും സാധാരണയായിട്ട് സംസാരിക്കുന്നതിനായാലും എഴുതുന്നതിനായാലും നമ്മൾ വലിയ തോതിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അവയൊക്കെ ഒരേ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഈ രണ്ട് ടെൻസുകൾ ഉള്ള സെൻറ്റൻസുകൾ തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കൂടിയുള്ള വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള സെൻറ്റൻസുകളും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലുള്ള സെൻറ്റൻസുകളും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ അവയുമായി ബന്ധപ്പെട്ടുള്ള സെൻറ്റൻസുകളിലേക്ക് കടന്നു എന്ന് നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ്, ഐ സ്റ്റാർട്ട് വർക്ക് അറ്റ് 8 o'clock. ഐ വിൽ സ്റ്റാർട്ട് വർക്ക് അറ്റ് 8 o'clock. ഐ വർക്ക് ഇൻ എ ബാങ്ക്. ഐ വിൽ വർക്ക് ഇൻ എ ബാങ്ക്. ഐ വോണ്ട് വർക്ക് ഇൻ എ ബാങ്ക്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട സെൻറ്റൻസുകൾ സാധാരണയായിട്ട് ഒരേ രീതിയിൽ ഉപയോഗിച്ച് വരുന്നതായിട്ടാണ് കാണാറുള്ളത്. പക്ഷേ ഇങ്ങനെ ഉപയോഗിച്ച് വരുന്നുണ്ടെങ്കിലും ഈ സെൻറ്റൻസുകളുടെ ഉപയോഗത്തിൽ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ സെൻറ്റൻസിൽ ഐ സ്റ്റാർട്ട് വർക്ക് അറ്റ് 8 o'clock. രണ്ടാമത്തെ സെൻറ്റൻസ് ഐ വിൽ സ്റ്റാർട്ട് വർക്ക് അറ്റ് 8 o'clock. ആദ്യത്തെ സെൻറ്റൻസായ ഐ സ്റ്റാർട്ട് വർക്ക് അറ്റ് 8 o'clock എന്ന് പറയുമ്പോൾ 8 മണിക്ക് ഞാൻ ജോലി ആരംഭിക്കുന്നു. രണ്ടാമത്തെ സെൻറ്റൻസിൽ ഐ വിൽ സ്റ്റാർട്ട് വർക്ക് അറ്റ് 8 o'clock. ഞാൻ 8 മണിക്ക് ജോലി ആരംഭിക്കും. ആദ്യത്തെ സെൻറ്റൻസിലെ ഐ സ്റ്റാർട്ട് വർക്ക് അറ്റ് 8 o'clock എന്ന് നമ്മൾ പറയുന്നത് പൊതുവായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഒരു ജോലിയെ പറ്റി പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് എന്നും ആഴ്ചയിൽ 6 ദിവസം നമ്മൾ ഒരു ജോലി ചെയ്യുന്നു. ആ ജോലി നമ്മൾ 8 മണിക്കാണ് തുടങ്ങുന്നത്. നിലവിൽ തുടർന്നു വരുന്ന ജോലി എന്ന ആ യാഥാർത്ഥ്യത്തെ പറ്റി പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഐ സ്റ്റാർട്ട് വർക്ക് അറ്റ് 8 o'clock എന്ന് ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് തന്നെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ജനറലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയും റിപ്പീറ്റഡായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളെ പറ്റിയും പറയുന്നതിന് വേണ്ടിയാണ്. ഇതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അതേസമയം രണ്ടാമത്തെ സെൻറ്റൻസിൽ ഐ വിൽ സ്റ്റാർട്ട് വർക്ക് അറ്റ് 8 o'clock. ഞാൻ 8 മണിക്ക് ജോലി ചെയ്യും. അത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലുള്ള സെൻറ്റൻസ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത് ഫ്യൂച്ചറിൽ നടക്കാനിരിക്കുന്ന കാര്യമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഞാൻ 8 മണിക്ക് ജോലി ആരംഭിക്കും എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഇപ്പോഴത്തെ നമ്മളുടെ സ്ഥിതി അനുസരിച്ച് നമ്മൾ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേര് തമ്മിൽ. ആ ഡിസ്കഷനിടയ്ക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണ് ഞാൻ നാളെ 8 മണിക്ക് ജോലി ആരംഭിക്കും. അങ്ങനെ നാളെ 8 മണിക്ക് ജോലി ആരംഭിക്കും എന്ന് പറയുമ്പോൾ അവിടെ ഒരു പോസിബിലിറ്റിയാണ്, അവിടെ ഒരു സാധ്യതയെ പറ്റിയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു തീരുമാനത്തെ പറ്റിയാണ് പറയുന്നത്. അത് ആദ്യം പറഞ്ഞ സെൻറ്റൻസിലെ പോലെ ജനറലായിട്ട് എന്നും തുടർന്നു വരുന്ന ഒരു കാര്യമാവണമെന്നില്ല. അതേപോലെ തന്നെ അത്രയും ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്രതീതി നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഐ വിൽ സ്റ്റാർട്ട് വർക്ക് അറ്റ് 8 o'clock എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായില്ല. അതായത് ഏതെങ്കിലും 100% നമ്മൾക്ക് ഗ്യാരണ്ടി ആയിട്ട് നടക്കും, അല്ലെങ്കിൽ ജനറലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അതിനെപ്പറ്റിയാണ് പറയുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിലെ പോലെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിക്കേണ്ടത്. അതേസമയം നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നാളെ നടക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നാളെ നടത്തുവാൻ തീരുമാനിച്ച ഒരു കാര്യത്തെ പറ്റി ഇപ്പോൾ പറയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ഏറെക്കുറെ സാധ്യതയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ രണ്ടാമത്തെ സെൻറ്റൻസിൽ പറഞ്ഞതുപോലെ
സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ കൂടി ആശയങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ ആശയം തന്നെ ഐ ആം സ്റ്റാർട്ടിങ് വർക്ക് അറ്റ് 8 o'clock, അതായത് അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അങ്ങനെ പറയുമ്പോൾ അതും ഏറെക്കുറെയൊക്കെ നമ്മൾക്ക് തീർച്ചയുണ്ട്. അതേപോലെ തന്നെ ഞാൻ നാളെ 8 മണിക്ക് ജോലി ചെയ്യും എന്ന് പറയുമ്പോൾ ആ 8 മണിക്ക് പുള്ളിക്ക് ജോലി ചെയ്യണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ കൂടി അവിടെ വരുന്നുണ്ട്. അവിടെയും അത് നടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്നാണ് ആ സെൻറ്റൻസിൽ കൂടിയും വ്യക്തമാകുന്നത്. അല്ലാതെ 100% നടക്കും അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണെന്ന പ്രതീതി അവിടെയും നമുക്ക് ലഭിക്കുന്നില്ല. ഇനി അടുത്ത സെൻറ്റൻസുകളിലേക്ക് വരാം. ഐ വർക്ക് ഇൻ എ ബാങ്ക്, ഞാൻ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. നേരത്തെ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളിൽ പഠിച്ചതുപോലെ ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെയും ഒരു പൊതുവായ കാര്യമാണ് പറയുന്നത്. ഞാൻ എന്നും തുടർന്നു വരുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഐ വർക്ക് ഇൻ എ ബാങ്ക്, ഞാൻ ബാങ്കിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ പറയുന്ന സമയത്ത് ചെയ്യണമെന്നില്ല, ഞാൻ ഡേ ടു ഡേ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ പറ്റിയാണ് പറയുന്നത്. അതേസമയം അടുത്ത സെൻറ്റൻസിൽ ഐ വിൽ വർക്ക് ഇൻ എ ബാങ്ക്, ഞാനൊരു ബാങ്കിൽ ജോലി ചെയ്യും. ഞാനൊരു ബാങ്കിൽ ജോലി ചെയ്യും എന്ന് പറയുമ്പോൾ അവിടെ നമ്മളുടെ തീരുമാനത്തെ പറ്റി പ്രവചിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നാളെ ബാങ്കിൽ ജോലി ചെയ്യാനുള്ള താല്പര്യമുണ്ട്, അതുകൊണ്ട് നമ്മളിപ്പോഴേ പ്രവചിക്കുകയാണ് ഞാൻ നാളെ ബാങ്കിൽ ജോലി ചെയ്യും എന്നുള്ളത്. അതായത് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഉണ്ടായ ഒരു തീരുമാനമാണ്. അതേസമയം അടുത്ത സെൻറ്റൻസിൽ ഐ വോണ്ട് വർക്ക് ഇൻ എ ബാങ്ക്, വിൽ പ്ലസ് നോട്ട് വോണ്ട്, ഞാൻ ബാങ്കിൽ ജോലി ചെയ്യില്ല. അപ്പോൾ ഞാൻ ബാങ്കിൽ ജോലി ചെയ്യില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ബാങ്കിൽ ജോലി ചെയ്യുന്നതിനെ പറ്റി സങ്കല്പിക്കാനേ കഴിയില്ല. ഞാൻ ഒരിക്കലും ബാങ്കിൽ ജോലി ചെയ്യുകയില്ല എന്നുള്ളൊരു തീരുമാനമാണ് അവിടെ വന്നിരിക്കുന്നത്. അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണെന്ന് മാത്രം. അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസും തമ്മിലുള്ള വ്യത്യാസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കണ്ട സെൻറ്റൻസുകൾ കൂടി നമുക്ക് വ്യക്തമാകുന്നത് ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ പൊതുവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജനറലായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി പറയുന്നതിന് വേണ്ടി തീർച്ചയായും നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ആദ്യത്തെ സെൻറ്റൻസ് കൂടി നമുക്ക് മനസ്സിലാകുന്നത്. അതേസമയം ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് ഇപ്പോഴെടുത്ത ഒരു തീരുമാനത്തെ പറ്റി അല്ലെങ്കിൽ നടത്തണമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യത്തെ പറ്റി പറയുന്നതിന് വേണ്ടി നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കാമെന്നാണ് രണ്ടാമത്തെ സെൻറ്റൻസിലും അതേപോലെ ഐ വിൽ വർക്ക് ഇൻ എ ബാങ്ക് എന്ന് പറയുന്നതിൽ കൂടിയൊക്കെ നമ്മൾക്ക് വ്യക്തമാകുന്നത്. അവിടെ ഫ്യൂച്ചറിൽ ഞാനൊരു കാര്യം നടത്തും അല്ലെങ്കിൽ നടക്കും എന്നുള്ള ഒരു പോസിബിലിറ്റി, ഒരു സാധ്യതയാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഏത് ആശയങ്ങൾ വ്യക്തമാക്കുമ്പോഴും നമ്മൾക്ക് ഉണ്ടാകുന്നത്. ഐ വിൽ ഗോ ടു ചെന്നൈ, ഞാൻ ചെന്നൈക്ക് പോകും. അവിടെ ഒരു പോസിബിലിറ്റിയാണ്, അത് 100% ഉറപ്പാകണമെന്നില്ല. അതേസമയം ഐ റെഗുലർലി ഗോ ടു ചെന്നൈ അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി ഗോ ടു ചെന്നൈ, ഞാൻ പതിവായിട്ട് ചെന്നൈക്ക് പോകാറുണ്ട്. അതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതേപോലെ ജോലിയായാലും ഏതെങ്കിലും ഒരു കാര്യമായാലും നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്തു വരുന്ന കാര്യത്തെ പറ്റി പറയാൻ എപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനിയും നമുക്ക് കുറേ സെൻറ്റൻസുകളിൽ കൂടി സിമ്പിൾ പ്രസൻറ്റ് ടെൻസും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസും ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ഏതൊക്കെ അർത്ഥങ്ങളാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ്, ടെമ്പറേച്ചർ റൈസസ് ഇൻ സമ്മർ, ടെമ്പറേച്ചർ വിൽ റൈസ് ഇൻ സമ്മർ. The train leaves in 30 minutes. The train will leave in 30 minutes. I am going to start work tomorrow. I am going to buy a car. ആദ്യത്തെ സെൻറ്റൻസിൽ ടെമ്പറേച്ചർ റൈസസ് ഇൻ സമ്മർ, വേനൽക്കാലത്ത് താപനില ഉയരാറുണ്ട്. വേനൽക്കാലത്ത് താപനില ഉയരാറുണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരു യാഥാർത്ഥ്യമാണ്, അത് ആവർത്തന സ്വഭാവമുള്ളതാണ്. അതേപോലെ ജനറലായിട്ട് കാലാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്റ്റാണ്. അങ്ങനെ സാധാരണയായിട്ട് വേനൽക്കാലത്ത് ചൂട് കൂടാറുള്ളത് കൊണ്ടാണ് അത് പൊതുവായിട്ട് നമ്മൾ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് നമ്മളത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിച്ചത്. അതേസമയം രണ്ടാമത്തെ സെൻറ്റൻസിൽ ടെമ്പറേച്ചർ വിൽ റൈസ് ഇൻ സമ്മർ, വേനൽക്കാലത്ത് താപനില ഉയരും. അവിടെ വേനൽക്കാലത്ത് താപനില ഉയരും എന്ന് പറയുമ്പോൾ വേനൽക്കാലത്ത് താപനില ഉയരാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഒരു പ്രതീതിയാണ് നമ്മൾക്ക് കിട്ടുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ചൂടിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയുള്ള പോസിബിലിറ്റിയാണ്, സാധ്യതയാണ് ഫ്യൂച്ചർ ടെൻസിലുള്ള
ടെമ്പറേച്ചർ വിൽ റൈസ് ഇൻ സമ്മർ എന്ന് പറയുമ്പോൾ കിട്ടുന്നത്. അവിടെ നമ്മളുടെ ഡിസിഷൻസ് ഇല്ല, പക്ഷേ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ പറ്റിയുള്ള ഒരു പ്രെഡിക്ഷനാണ്, ഒരു പ്രവചനമാണ്. ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ഒരു സാധ്യതയെ പറ്റിയാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ആദ്യത്തെ സെൻറ്റൻസിൽ കൂടി കാലാകാലങ്ങളായിട്ട് വേനൽക്കാലത്ത് താപനില ഉയരുന്നു എന്നുള്ള ഒരു ഫാക്റ്റ് ഉണ്ട്. അത് റിപ്പീറ്റിംഗ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്, സാധാരണയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ രീതിയിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതേപോലെ അടുത്ത 2 സെൻറ്റൻസുകളിലേക്ക് വരാം. ദ ട്രെയിൻ ലീവ്സ് ഇൻ 30 minutes. ട്രെയിൻ 30 മിനിറ്റിൽ പുറപ്പെടും, അല്ലെങ്കിൽ ട്രെയിൻ 30 മിനിറ്റിനകം പുറപ്പെടും എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു പ്രത്യേക ട്രെയിനിൻ്റെ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ആ ട്രെയിന് ആ സ്റ്റേഷനിൽ 30 മിനിറ്റ് സാധാരണയായിട്ട് വെയിറ്റ് ചെയ്യാറുള്ളൂ. ആ ട്രെയിനിൻ്റെ ടൈം ഷെഡ്യൂൾ എന്ന് പറയുന്നത് 30 മിനിറ്റിന് ശേഷം ആ പർട്ടിക്കുലർ സ്റ്റേഷനിൽ നിന്ന് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അത് സാധാരണയായിട്ടുള്ള ഒരു ഫിക്സഡ് കലണ്ടർ അല്ലെങ്കിൽ ഫിക്സഡ് ടൈം ടേബിൾ അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളാണ്. അങ്ങനെ ഫ്യൂച്ചറിൽ നടക്കാനിരിക്കുന്ന കാര്യം ഫിക്സഡ് ആണ്, അത് ഷെഡ്യൂൾഡ് ആണ്, അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ പ്രകാരമാണ്. അങ്ങനെ ഫ്യൂച്ചറിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് പറയുന്നതിന് സിമ്പിൾ ഫ്യൂച്ചറിന് പകരം സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് കൂടുതൽ അനുയോജ്യം. അതേസമയം രണ്ടാമത്തെ സെന്റൻസിൽ ദ ട്രെയിൻ വിൽ ലീവ് ഇൻ 30 minutes, അവിടെയും ട്രെയിൻ 30 മിനിറ്റിനുള്ളിൽ പുറപ്പെടും എന്നാണ്. പക്ഷേ അവിടെ ട്രെയിൻ 30 മിനിറ്റിനുള്ളിൽ പുറപ്പെടും എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഈ ട്രെയിൻ എപ്പോൾ പോകും എന്ന് പറയുമ്പോൾ, അപ്പോൾ അന്നേരത്തെ ആ സാഹചര്യം അനുസരിച്ച് നമുക്ക് പറയാം ട്രെയിന് 30 മിനിറ്റ് കഴിയുമ്പോൾ പുറപ്പെടും. ആദ്യത്തെ സെന്റൻസിലും നമ്മൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും ചോദിക്കാം, പക്ഷേ ആ ട്രെയിനിൻ്റെ സ്വഭാവമാണ്. ഇപ്പോൾ രാജധാനി എക്സ്പ്രസ് ആണ് സ്റ്റേഷനിൽ കിടക്കുന്നതെങ്കിൽ ആ രാജധാനി എക്സ്പ്രസിൻ്റെ ആ സ്റ്റേഷനിലെ ടൈം ഷെഡ്യൂളുമായി ഖണ്ഡിച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ സെന്റൻസ് പറഞ്ഞത്. രാജധാനി എക്സ്പ്രസ്സിന് ഇവിടെ സാധാരണയായിട്ട് 30 മിനിറ്റ് വെയിറ്റിംഗ് ആണ് സാധാരണയായിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾക്കറിയാം. ആ ഒരു സെൻസിലാണ് നമ്മൾ ഇവിടെ ഈ ട്രെയിന് 30 മിനിറ്റിന് ശേഷം പുറപ്പെടും എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്നു. അതേസമയം രണ്ടാമത്തെ സെന്റൻസിൽ 30 മിനിറ്റിൽ ഈ ട്രെയിൻ ഇവിടെ നിന്ന് പോകും എന്ന് പറയുമ്പോൾ അത് നമ്മൾ ടൈം ഷെഡ്യൂളിനെ എംഫസൈസ് ചെയ്തുകൊണ്ട് അതിന് ഊന്നൽ നൽകിക്കൊണ്ടല്ല പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്, എക്സ്പെക്റ്റ് ചെയ്യുകയാണ് ആ ട്രെയിൻ 30 മിനിറ്റിനുള്ളിൽ പുറപ്പെടും എന്നുള്ളത്. അല്ലെങ്കിൽ ആ ട്രെയിനിൻ്റെ പോസിബിളായിട്ടുള്ള സാധ്യമായ ഡിപ്പാർച്ചർ ടൈമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ഫിക്സഡ് ടൈം ടേബിൾ അല്ലെങ്കിൽ ഷെഡ്യൂളിൻ്റെ ഭാഗമായിട്ട് പറയുമ്പോൾ അത് സാധാരണയായിട്ട് നടക്കുന്ന കാര്യമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ഫിക്സഡ് ടൈം ടേബിൾ, ഷെഡ്യൂൾ അല്ലെങ്കിൽ കലണ്ടറിൻ്റെ ഭാഗമായിട്ട് ഫിക്സഡായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ പറ്റി സൂചിപ്പിക്കുന്നതിന് വേണ്ടി സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനേക്കാളും സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നതാണ് അനുയോജ്യമെന്നാണ് നമ്മൾ ഇപ്പോഴത്തെ ആദ്യത്തെ സെന്റൻസിൽ കൂടി കണ്ടത്. ദ ട്രെയിൻ ലീവ്സ് ഇൻ 30 minutes. ഇനി അടുത്ത 2 സെന്റൻസുകളിലേക്ക് വരാം. ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് വർക്ക് ടുമോറോ. ഞാൻ നാളെ ജോലി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നാളെ ജോലി തുടങ്ങാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ ആ വ്യക്തിയുടെ ഒരു ഡിസയർ, ഒരു ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. അതേപോലെ തന്നെ 100% അദ്ദേഹത്തിന് ഉറപ്പില്ല നാളെ ജോലി തുടങ്ങാൻ കഴിയുമെന്ന്. അതിനിടയ്ക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. ഇതേ പ്രതീതി തന്നെയാണ് കൂടുതലായിട്ടും നമ്മൾക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ സെൻറ്റൻസുകൾ ഉപയോഗിക്കുമ്പോഴും ഉള്ളത്. എക്സ്പെക്റ്റേഷനാണ്, സാധ്യതയുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ടും ഉറപ്പില്ല. ഇപ്പോഴത്തെ ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ നാളത്തേക്ക് ഡിസൈഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നാളത്തേക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് ഫ്യൂച്ചറിൽ ഈ കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ നടത്തും എന്ന്. അതേപോലെ തന്നെയാണ് ഐ ആം ഗോയിങ് ടു ബൈ എ കാർ. ഞാനൊരു കാർ വാങ്ങാൻ പോകുന്നു. ഞാനൊരു കാർ വാങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നാളേക്ക് കാർ വാങ്ങണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹമുണ്ട്. അത് നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള ഒരു തീരുമാനം അവിടെയുണ്ട്. പക്ഷേ ആ തീരുമാനം പൂർണ്ണമായിട്ടും നടപ്പാവുമോ അല്ലെങ്കിൽ നടക്കുകയോ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പില്ല. പക്ഷേ അവിടെ അത് നടപ്പാക്കണം അല്ലെങ്കിൽ നടത്തണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ അതിയായ ആഗ്രഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഗോയിങ് ടു എന്ന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ ഫ്യൂച്ചറിൽ നടത്തണം അല്ലെങ്കിൽ നടക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോഴാണ് ഗോയിങ് ടു എന്ന ഫോം നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ ആം ഗോയിങ് ടു സ്റ്റഡി അബ്രോഡ്.
ഐ എം ഗോയിങ് ടു ബൈ എ കാർ, വി ആർ ഗോയിങ് ടു വിൻ ദ മാച്ച്. ഇങ്ങനെയൊക്കെ നമ്മൾ ഫ്യൂച്ചറിൽ നടക്കണം അല്ലെങ്കിൽ നടക്കും എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ പറ്റി പറയാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസുമായി ബന്ധപ്പെട്ടുള്ള സെന്റൻസുകളിൽ കൂടി കണ്ടത് കാലാകാലങ്ങളായിട്ട് ആവർത്തന സ്വഭാവമായിട്ട് പൊതുവായിട്ട് നടന്നു വരുന്ന കാര്യങ്ങളെ പറ്റി പറയാൻ കൂടുതലായിട്ടും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടു. അതേസമയം ഇപ്പോഴത്തെ നമ്മളുടെ സംസാരിക്കുന്ന സമയത്തിന്റെ സാഹചര്യം അല്ലെങ്കിൽ അവസ്ഥയനുസരിച്ച് നാളെ ഏതെങ്കിലും ഒരു കാര്യം നടക്കും അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടു. അതുകൊണ്ടാണ് ടെമ്പറേച്ചർ റൈസസ് ഇൻ സമ്മർ, ടെമ്പറേച്ചർ വിൽ റൈസ് ഇൻ സമ്മർ എന്ന സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലും നമ്മൾ ഉപയോഗിച്ചു. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈം ഷെഡ്യൂള് അല്ലെങ്കിൽ ടൈം ടേബിള്, അതേപോലെ തന്നെ ഫ്യൂച്ചറിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ പതിവായിട്ട് നടക്കുന്നതാണെങ്കിലും ഒരു ഫിക്സഡ് ടൈം ടേബിളിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഷെഡ്യൂളിന്റെ ഭാഗമായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയുന്നതിന് വേണ്ടി ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണെന്നും നമ്മൾ കണ്ടു. അതേസമയം ഫ്യൂച്ചറിൽ നടക്കുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നതെന്നും നമ്മൾ കണ്ടു. അതേപോലെ തന്നെ നമുക്ക് ഭാവിയിൽ നടക്കണം അല്ലെങ്കിൽ നടത്തണമെന്ന് ആഗ്രഹമുള്ള കാര്യത്തെ പറ്റി പറയുന്നതിന് വേണ്ടി ഗോയിങ് ടു ഫോം ഉപയോഗിക്കുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസും മാറി മാറി ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന അർത്ഥവ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി പഠിച്ചത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും, അതേപോലെ തന്നെ പ്രയോജനപ്രദമായി കാണുമെന്നും വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇനി എഴുതുമ്പോഴായാലും അതേപോലെ തന്നെ സംസാരിക്കുമ്പോഴായാലും നിത്യജീവിതത്തിൽ ഓർത്തുപയോഗിക്കുക. അങ്ങനെ നമുക്ക് അനായാസമായിട്ട് ഇംഗ്ലീഷിനെ ഒരു ബാലികേറാമലെ അല്ലാതെയാക്കും.